മാത്രം മതി. പിക്കലിന് വേണ്ടി മാത്രമേ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവൂ. എന്നോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോകുക മാത്രമല്ല, അവർ ഒരു 3-4 ദിവസം മുമ്പിട്ടൊരു വീഡിയോയ്ക്കകത്ത് ആ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അവരോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവും വിരോധമുള്ള ഒരാളൊന്നുമല്ല. എൻ്റെയൊക്കെ നോസ്റ്റാൾജിയിടത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു നമ്മുടെ 5 ഫിംഗേഴ്സ് ഉള്ള ആ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. നമുക്ക് ഭയങ്കര നോസ്റ്റാൾജി ആയിട്ടുള്ള സാധനമാണ്. ഈ പണ്ടത്തെ ഒരു സീരിയലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, 5 ഫിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അതിൻ്റെ പേര് എന്താണ് ഓട്ടോഗ്രാഫ്. ഓക്കെ, ഒരു 5 പേരുണ്ട്, ആ 2 പെൺകുട്ടികളും 3 ആണുങ്ങളും. ഓക്കെ, ആ ഒരു വലിയൊരു നമ്മളൊക്കെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു പഴയകാല ഒരു സീരിയൽ. സോ അതിൻ്റെ അകത്തുള്ള ശ്രീകുട്ടി എന്ന് പറയുന്ന ആക്ട്രസ്, അവർക്കൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേര് ശ്രീകുട്ടി എന്ന് തന്നെയാണ്. ഇതാണ് പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരത്തി അത്യാവശ്യം ഇപ്പോൾ യൂട്യൂബിൻ്റെ അകത്തൊക്കെ സജീവമാകുന്നു. അപ്പോൾ അവർ സജീവമായി അത് വളരെ നന്നായിട്ട് തന്നെ ചാനൽ കൊണ്ടുപോകുന്നു. ഇടയ്ക്കെന്തോ ഇവർ നമ്മുടെ മഹാകുംഭമേള കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്തുള്ള കോൺട്രവേഴ്സിയുടെ ഒരു വീഡിയോ, സത്യം പറഞ്ഞാൽ അതെനിക്ക് റെക്കമെൻഡേഷനിൽ വന്ന സമയത്താണ് ഇവരുടെ യൂട്യൂബ് ചാനലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഇത് കാണുന്ന ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ക്രിയേറ്ററോ അവരുടെ ആൾക്കാരോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളെ ഞാൻ നെഗറ്റീവ് ആക്കാനൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞതിനകത്ത് മറ്റുള്ളവർ മനസ്സിലാക്കിയതിനകത്തും എന്താണ് എനിക്ക് ഡയറക്റ്റ് കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ കാണുന്ന പ്രേക്ഷകരും അതിന് നിങ്ങളുടെ അഭിപ്രായവും മാന്യമായിട്ട് പങ്കുവയ്ക്കാം. നമുക്ക് നോക്കാം എന്താണ് ഈ വീഡിയോയിലെ പ്രശ്നമെന്ന് നോക്കാം. എല്ലാം തുടങ്ങിയില്ലേ നടക്കാനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ഗ്രൗണ്ട് RR പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പോയി കുറച്ച് സമയം ഓട്ടവും നടത്തമൊക്കെ ആയിട്ട് ഫുൾ അങ്ങ് എക്സസൈസ് ചെയ്തു കേട്ടോ. കാലനക്കാൻ വയ്യ, അത് വേറൊരു കാര്യം. എന്നിട്ട് കാലൊന്നും അനക്കാൻ വയ്യാണ്ട് നേരെ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ച് ഫിഷ് പിക്കലിൻ്റെ ഓർഡറെല്ലാം വന്നു. അതെല്ലാം പാഴ്സൽ ചെയ്യുന്ന പരിപാടിയിലാണ് അച്ഛനും വേദയും കൂടി. എന്തായാലും പിക്കിൾ വേണമെങ്കിൽ ഞാൻ താഴെ പിക്കിൾ ബിസിനസ്സാണ് കേട്ടോ. ഒക്കെ അവർ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ് പിക്കിൾ ബിസിനസ്. അപ്പോൾ അതിനകത്ത് ഇവിടെ മുതലാണ് ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം വരുന്നത്. അത് ആൾക്കാർക്ക് പ്രശ്നം തോന്നിയവർക്ക്. ഓക്കെ, വേദയും കൂടി. എന്തായാലും പിക്കിൾ വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. പിക്കിളിന് വേണ്ടി മാത്രമേ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവൂ. എന്നോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. അഹങ്കാരമായിട്ട് ഓക്കെ, ഈ ഒരു പോർഷൻ, ഈ പർട്ടിക്കുലർ പോർഷൻ ആണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങൾക്കിത് കേട്ടിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ആ ഒരു ഭാഗം മാത്രം ഒന്ന് പ്ലേ ചെയ്യാം. വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. പിക്കിളിന് വേണ്ടി മാത്രമേ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവൂ. എന്നോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. അഹങ്കാരമായിട്ട് കാണരുത്. അത് നമുക്ക് എല്ലാവരും കൂടി വിളിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ പിക്കിളിന് വേണ്ടിയിട്ട് മാത്രം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിക്കിളിന് വേണ്ടിയിട്ടുള്ള മുളകെല്ലാം കഴുകി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അവസാനം ചട്ടി നോക്കി നിന്ന ഞാൻ ഓക്കെ, അവർ ആ പറഞ്ഞതിനകത്ത് ഒരു പബ്ലിക്കിലേക്ക് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നൊരു ക്രിയേറ്റർ അവരുടെ ഒരു ബിസിനസ്, അതായത് പിക്കിൾ ബിസിനസ് ചെയ്യുന്നു. ആ ബിസിനസ്സിൻ്റെ അകത്ത് ആർക്കെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് പിക്കിൾ വേണമെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, ആ നമ്പറിലേക്ക് വിളിക്കുന്നത് പിക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എന്നുള്ള തരത്തിലാണ്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് വോയിസിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞത് അറിയില്ല, എന്നാൽ ഞാനതാ പറയുന്നു. അതെ, ഞാൻ പിക്കിൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി. എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും വിളിക്കില്ല. പിക്കിൾ വേണമെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുന്നത് രണ്ടല്ലേ? ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, പക്ഷേ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ അത് പെട്ടെന്ന് ഒരു ആൾ ചിലപ്പോൾ റെക്കമെൻഡേഷൻ ഇത് ചെയ്ത് ചിലപ്പോൾ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സ് അല്ലാതെ ഔട്ട്സൈഡ് ഓഡിയൻസിലേക്ക് അടക്കത് പോവും. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവരതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും. കാരണം ഒരു കുടുംബിനിയാണ്, ഒരു മകളുടെ അമ്മയാണ്, പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്, അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഒരുപാട് ഒരു വീട്ടമ്മയുടെ ബുദ്ധിമുട്ടുകളെല്ലാം കാണും. അതുകൊണ്ടായിരിക്കാം അവരത് പറഞ്ഞ അഹങ്കാരമല്ല എന്നവർ പറയുന്നുണ്ട്. മേ ബി അവരുടെ ഒരു സംസാരത്തിൻ്റെ ഒരു സ്റ്റൈൽ, ആ ഒരു ശൈലി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചില ആൾക്കാരൊക്കെ ഭയങ്കര ഗർജിക്കുന്ന ശബ്ദം പോലെ ഗർജിക്കുന്ന സംഭവം അങ്ങനെയൊക്കെ ആവാം. മേ ബി അവരുടെ സംസാരത്തിൻ്റെ ഒരു ശൈലി അങ്ങനെ ആവാം. ആ ഒരു പോർഷൻ ഒന്നുകൂടെ വേണമെങ്കിൽ കേൾപ്പിച്ച് നോക്കാം. നിങ്ങളത് കണ്ടിട്ട് എനിക്ക് ആ ഒരു സംസാര ശൈലി ആവാം മേ ബി.
പിക്കിൾ വേണമെങ്കിൽ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. പിക്കിളിന് വേണ്ടി മാത്രമേ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവൂ. എന്നോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ വീഡിയോസ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. അഹങ്കാരമായിട്ട് കാണരുത്. അത് നമുക്ക് എല്ലാവരും കൂടി വിളിക്കുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പിക്കിളിന് വേണ്ടിയിട്ട് മാത്രം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിക്കിളിന് വേണ്ടിയിട്ടുള്ള മുളകെല്ലാം കഴുകി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുക. ഓക്കെ, അപ്പം ആ ഒരു സംസാരത്തിൻ്റെ ഒരു ലാംഗ്വേജ് ആൾക്കാരിലേക്ക് ഇങ്ങനെ എത്തുന്നത്, നമ്മളിപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഡെയിലി രാവിലെ തൊട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട്. ആ വീഡിയോ ഇടുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ, ഞാനൊരു പ്രത്യേക ഒരു ശൈലിയിലേക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നു ആം എൻ അരഗൻറ്റ് പേഴ്സണാലിറ്റി എന്ന് തോന്നും. ഞാൻ എന്തോ ഒരു അരഗൻ്റ് ആയിട്ടുള്ള ഒരാളാണ് തോന്നിപ്പോവും. അവർ ചിലപ്പോൾ അറിയുന്നില്ല ഇതാണ് എൻ്റെ റിയൽ ക്യാരക്ടർ, ഞാൻ സംസാരിക്കുന്ന ശൈലി ഇങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാവണമെന്നില്ല. ഇപ്പോൾ ഇവരുടെ കാര്യത്തിനകത്താണെങ്കിൽ മനഃപൂർവ്വമായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നില്ല. അവരതുകൊണ്ട് അഹങ്കാരമാവരുതെന്ന് പറഞ്ഞു. സോ ഈ കമൻറ്റ് ബോക്സ് ഇച്ചിരി ബുദ്ധിമുട്ടിക്കുന്ന കമൻറ്റ് ബോക്സാണ്. അതുകൊണ്ട് തന്നെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 9 days ago ആണ് ഈ വീഡിയോ വന്നേക്കുന്നത്. ഞാനിത് എനിക്ക് അയച്ചു തന്ന് കിട്ടിയതാണ്. വാട്ട്സ് റോങ് വിത്ത് യു പീപ്പിൾ. പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റാണ്, മാന്യത ഉള്ളവർ അല്ലാതെ അവരെ വിളിച്ച് ശല്യപ്പെടുത്തില്ല. ബട്ട് ചില വട്ട് കേസുകൾ കാണുമല്ലോ, അവർ ചുമ്മാ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുമായിരിക്കും. അവർ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ അഹങ്കാരം കൊണ്ടല്ല എന്ന്. ആൻഡ് വൈ സ്റ്റിൽ ഡിസ്റെസ്പെക്റ്റിംഗ് അതർ ആൻഡ് സ്പ്രെഡിങ് പ്യുവർ ഹേറ്റ്രഡ്. സോ ഇതിനകത്തും ഈ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിനകത്ത് ചില വട്ട് കേസുകൾ എന്നൊക്കെ പറയുന്നത്, അതായത് ഈ വട്ട് കേസുകൾ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വീഡിയോ കാണുന്നവരും ആ വ്യൂവേഴ്സിൻ്റെ അകത്തുള്ള ആൾക്കാർ, ഇപ്പോൾ നമുക്ക് ചില നമ്പേഴ്സിൽ നിന്ന് കോൾസ് വരും, ചിലപ്പോൾ പരിചയപ്പെടുക. ഇപ്പോൾ എൻ്റെ നമ്പർ ഉള്ള ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചെന്ന് വരാം. ഒരുപാടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അവർ പറയുന്ന ഒരു സെലിബ്രിറ്റിയും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ പണ്ടെന്ന് ഓട്ടോഗ്രാഫ്, ഞാൻ പറഞ്ഞല്ലോ ഓട്ടോഗ്രാഫിൻ്റെ കണ്ടിട്ടുണ്ട് കേട്ടോ, പിന്നെ സുഖമാണോ, വീട്ടിൽ എന്താക്കുന്നുണ്ട്, മത്തി ഉണ്ടാക്കിയോ ചാള ഉണ്ടാക്കിയോ എന്നുള്ള അടക്കം കഥകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ജോലി നടക്കത്തില്ല, ഇവരോട് സംസാരിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചിലപ്പം പറഞ്ഞതാവാം മേ ബി. പക്ഷേ ഒരു ശബ്ദം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു ഓഡിയൻസ്, ഒരു വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തോ ഒരുമാതിരി അവരെ വില കുറച്ച് കണ്ടതുപോലെ തോന്നിപ്പിക്കുന്നൊരു ധ്വനിയുണ്ട് അതിനകത്ത്. അത് മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പെട്ടെന്ന് ഞാൻ കേട്ടപ്പോൾ പോലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. നിങ്ങൾ കുറ്റപ്പെടുത്തിയേ പറയുന്നതല്ല. സോ അങ്ങനെ ആ ഒരു കമൻറ്റ് ഇട്ടു. ആ കമൻറ്റിൻ്റെ താഴെ പോലും ആൻഡ് വൈ യു റെസ്പെക്ട് യുവർ വ്യൂവേഴ്സ്, ദേ ആർ എ ടൂൾ ടു മേക്ക് യു മണി ഓൺലി. പക്ഷേ വീട്ടിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ വിളിച്ചാലും മതി. അടുത്ത കമൻറ്റുകൾ ഇച്ചിരി പരുഷമാകുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്തുള്ള ശബ്ദത്തിൻ്റെ ഒരു ധ്വനി ഉയർന്നിട്ടുണ്ടെന്നുള്ള സത്യമാണെങ്കിലും പിന്നെ ഉള്ള കമൻസൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചിരി ഇതായിട്ടുള്ള കമൻറ്റുകളാണ്. പിന്നെ വിളിച്ചാലും മതി, ഇവിടെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല, വർക്ക് പ്രഷർ കാരണം, അപ്പോഴാണ് ഇനി നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങളെ പുറത്ത് വെച്ച് നേരിട്ട് കണ്ടാൽ പോലും ഞങ്ങൾ മൈൻഡാക്കില്ല, പിന്നല്ലേ വിളിക്കുന്നത്. പുറത്ത് വെച്ച് കണ്ടാൽ പോലും ഞാൻ നിങ്ങളെ കണ്ടാൽ മൈൻഡാക്കത്തില്ല, പിന്നെയാണോ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, പിന്നെ സംസാരിച്ചാലും മതി, വീട്ടിൽ നല്ല പണിയുണ്ട്, അൺസബ്സ്ക്രൈബ്ഡ് എന്നൊക്കെ കാണുന്നു. സോ എല്ലാവരും ഒരുമിച്ച് അൺസബ് ചെയ്താൽ തീരാവുന്ന അഹങ്കാരമേ ഉള്ളൂ ദിസ് ലേഡിക്ക്. അഹങ്കാരമാണോ ആ ഒരു ശബ്ദം? അത് അവർ അഹങ്കാരം കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്നാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളിപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു, ഞാൻ വളരെയധികം കാണുന്ന ഏതെങ്കിലും ഒരു ചാനലിൻ്റെ അകത്ത് ഇപ്പം ഒരു പുതിയൊരു സംഭവം യൂട്യൂബിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ അവരെ കാണുന്ന വ്യൂവേഴ്സ് ആയിരിക്കുമല്ലോ അത് വാങ്ങുന്നത്. ആ വ്യൂവേഴ്സിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായതെന്ന് വെച്ചാൽ വളരെ നമ്മൾ മിതമായ രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. സ്വീകാര്യമല്ലാത്തെന്ന് വെച്ചാൽ നമ്മൾ അരഗൻ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് പലർക്കും പല രീതിയിൽ ടച്ച് ആവും. അരഗൻ്റ് എന്നല്ല, ആ ഒരു ടൈപ്പ് ഒരു സംസാരം. സോ അൺസബ്സ്ക്രൈബ്ഡ് സക്സസ്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് അച്ചാർ കച്ചവടമാണ്, അതിനാണോ ഇത്രയും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യത്തിന് മാത്രമേ വിളിക്കാവൂ എന്ന് അഹങ്കാരം പിടിച്ച അച്ചാറുകാരി ആർക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു, ഓക്കെ ബൈ. അതിന് നിങ്ങൾ ആരാ? ഇവളെയൊക്കെ വിളിക്കാനും ആൾക്കാരുണ്ടോ? ചിരിപ്പിക്കല്ലേ തള്ളയെന്നൊക്കെ. അതൊക്കെ മോശമാണ്. എന്തിനാണ് നമുക്കിപ്പം ഇപ്പോൾ അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്ന കാര്യം സെയിം അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിനകത്ത് അവരെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ വരുന്നത്? സോ ജസ്റ്റ് ലീവ് ഇറ്റ്. അത്രയേ ഉള്ളൂ. നമുക്കൊരു കാര്യം ഒരാളടുത്ത് ചെയ്യുന്നൊരു പ്രവൃത്തി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഓക്കെ, ഒരു മാന്യമായ രീതിയിൽ പറയുന്നതിനപ്പുറം അധിക്ഷേപിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കത്തില്ല. പിന്നെ ആളുകൾക്ക് ഭ്രാന്തല്ലേ ഇത്രയും വിലയ്ക്ക് അവരുടെ അച്ചാർ വാങ്ങാൻ, കൊള്ള ലാഭം എടുത്ത്, എന്നിട്ട് അവരുടെ ഒരു അഹങ്കാരവും. സോ അഹങ്കാരത്തിൻ്റെ ഒരു ലെവലിലേക്കാണ് അയ്യോ ഒന്ന് വിളിച്ചോട്ടെ, ഒന്ന് പോ ചേച്ചി എന്നൊക്കെ പറയുന്നു. സോ ഇതാണ് ഈ ഒരു സാധനം. ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു? വേണമെങ്കിൽ അച്ചാർ വേണമെന്നുള്ള നമ്പർ ഇതിനകത്തുണ്ട്, നിങ്ങൾ വിളിക്കുക. ഇനി അവരുടെ ഒരു 100K ഒരു ലൈവ് നടന്നു. ആ സമയത്ത് സംസാരിക്കുന്ന ഒരു വോയിസ് മോഡുലേഷൻ്റെ ഒരു സംഭവം കാണാം. 100K ലൈവ്
ഫസ്റ്റ് തുടങ്ങി എന്താവും ഏതാവും ഒന്നൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ മാത്രം ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഈ ഒരു 100K സബ്സ്ക്രൈബേഴ്സ്. അതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ കമൻസ് വരുന്നുണ്ട്, ടപ്പേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്നും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെയൊക്കെ റീഡ് ചെയ്യായിരുന്നു, ഇപ്പോൾ ജാട കൂടിയോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അങ്ങനെയല്ല, പെട്ടെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് കാണുന്ന കമൻസ് എല്ലാം നമുക്ക് റീഡ് ചെയ്യാവേ. വേദയുണ്ട്, പേരടങ്ങുന്ന 1,00,000 പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിരിക്കുകയാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലെന്ന് പറയുന്നത്. അതിലെ ഓരോ വ്യക്തിയും എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. എല്ലാവരോടും നെഗറ്റീവ് പറയുന്നവരോടും നെഗറ്റീവ് കാണാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരോടും പോസിറ്റീവ് പറയുന്നവരോടും ഓരോ തെറ്റുകുറ്റങ്ങൾ പറയുന്നവരോടും എല്ലാവരോടും കാരണം ഈ നെഗറ്റീവ് കൊണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നെഗറ്റീവ് കണ്ട് അതിനു വേണ്ടി കാണുന്നവരുണ്ടാവും, അതെടുത്ത് വേറൊരു ഉണ്ടാക്കുന്നവരുണ്ടാവും. എൻ്റെ പല വീഡിയോസും കഴിഞ്ഞ പ്രഗ്നൻ്റ് വീഡിയോ തന്നെ അതിനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് പോലും, അതും അയച്ചു കിട്ടിയതിന് ശേഷം മാത്രം. സോ എന്തായിരുന്നാലും അവർക്ക് എല്ലാ രീതിയിലും വളരെ കാമായിട്ട് സംസാരിക്കാൻ അറിയാം എന്ന് ഈ വീഡിയോ തെളിയിക്കുന്നു. മറ്റേ വീഡിയോക്കകത്ത് സംസാരിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അറിയത്തില്ല. മേ ബി ആരെങ്കിലും ഇവരുടെ നമ്പർ പുറത്തേക്കെങ്ങാനും പോയിട്ട് വേറെ ഏതെങ്കിലും വഴിയിൽ കൂടെ ശല്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. സോ പെട്ടെന്ന് ആൾക്കാർ കാണുന്ന സമയത്ത് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാവോ എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ നെഗറ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല. ഇനി ഈ പുള്ളിക്കാരത്തി അറിയത്തില്ല എങ്കിൽ ഇവരുടെ ഒരു പഴയകാല ഇൻ്റർവ്യൂ ഉണ്ട്, ജസ്റ്റ് കാണാം. റാഗിങ് ഒന്നുമില്ല, നമ്മൾ പിന്നെ ജാടായിരിക്കും മൈൻഡ് ചെയ്യില്ല. അവർ വേറെ നമ്മൾ വേറെ. നമ്മൾ 5 ഫിംഗേഴ്സ് ആ ഷൂട്ട് നടക്കണം. അപ്പൊ നെഗറ്റീവ് വരുന്ന ദീപാറാണി എന്ന് പറഞ്ഞിട്ട് ഷാലു. അപ്പൊ അവള് നമ്മളെ കോമ്പിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇന്ന ദിവസം വരുന്നുണ്ട്, കിടിലം നടിയാ വരുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര നിൽക്കുക. അപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് അവളെ പറ്റൂല, അവളെ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മിംഗ്ലായി വന്നപ്പോ അവളും നമ്മുടെ കൂട്ടത്തായി. പക്ഷെ നമ്മുടെ മൈൻഡിൽ സോ ഓക്കേടേ. അപ്പം ഇതൊക്കെ തന്നെ. അപ്പം പുള്ളിക്കാരത്തി സംസാരിച്ച ആ ഒരു ശൈലിയായിരിക്കാം, പുള്ളിക്കാരത്തിൻ്റെ ശൈലിയായിരിക്കാം. പക്ഷേ കേൾക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളിങ്ങനെ പൊന്തിച്ച് കൊണ്ടുപോകുന്നത്. അതായത് ഒരു 1 മില്യൺ ആയിക്കോട്ടെ, ഒരു 100 സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, ഒരു 10,000 ആയിക്കോട്ടെ, എൻ്റെ ചാനൽ തുടങ്ങിയത് മുതലുള്ള ആൾക്കാർ എൻ്റെ ചാനൽ എപ്പോഴും കാണുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, എനിക്കറിയാൻ പറ്റില്ല. തുടക്കം മുതലുള്ള ആൾക്കാരുണ്ടാവും. സോ നമ്മുടെ എല്ലാ നേച്ചർ ഒരു കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ എവിടെയും ഈ അരഗൻ്റ് ആയിട്ട് പെരുമാറി എന്നുള്ള കാര്യം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പുച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്തതല്ല, നിങ്ങളുടെ ശൈലിയായിരിക്കാം. മേ ബി എൻ്റെ ആ ഒരു ഇത് പറഞ്ഞതാണ്. സോ അതുകൊണ്ട് നമ്മളെ വളർത്തുന്ന സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ എന്ത് തരത്തിലുള്ള കാര്യമാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിലും അതല്പം മിതമായ ഭാഷയിലായിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ അബദ്ധമായിരിക്കും. സോ അത് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനൊന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മാന്യമായിട്ട്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.